നമസ്കാരം. ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നൊരു പ്രധാന വിഷയം നമ്മളെ പഴമക്കാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൊരു തെറ്റായ മെസ്സേജാണ്. ശ്രദ്ധിക്കട്ടെ, നമ്മളെ പഴമക്കാർ ഈ കേൾക്കുന്ന 99% ആളുകൾ കേട്ടിട്ടുണ്ടായിരിക്കും, പഴമക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും കൂടുതൽ വെള്ളം കുടിക്കരുതേ, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വയറ് ചാടും, കുമ്പ ചാടും എന്നൊക്കെ പറയാറുണ്ട്. നോക്കാം, ഇതിനെ ശാസ്ത്രീയ വശം നോക്കാം നമുക്കൊരു ഇത് സത്യത്തിൽ ഇതിലൊരു ശാസ്ത്രീയത ഇത് തെറ്റായ ധാരണ, ഒരു കോമൺ ബിലീഫാണ്. നമ്മൾ പാരമ്പര്യമായിട്ട് കേട്ട് പോകുന്ന ബിലീഫ്. അതിൽ സംഭവിക്കുന്നത് വെള്ളം കുടിച്ച് ഞാൻ സംഭവിക്കുക. വെള്ളം 2-3 രീതിയിലാണ് ശരി ആവശ്യത്തിനുള്ളത്. ഒന്ന്, ദഹനപ്രക്രിയക്ക് വേണം. നമ്മൾ ഫുഡ് എത്തിക്കഴിഞ്ഞാൽ ദഹിക്കണം, കുറച്ച് മലത്തിൻ്റെ കൂടെ കുറച്ച് വാട്ടർ കണ്ടൻറ്റ് പുറത്ത് പോകാം. ഒന്ന്. രണ്ടാമത്തെ, നമ്മൾ വിയർപ്പ് ഗ്രന്ഥി, നമ്മുടെ ബോഡീൻ്റെ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാൻ വേണ്ടി വിയർപ്പ് ഗ്രന്ഥികൾക്ക് അത് വിയർക്കാൻ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്, അത് ഉപയോഗിക്കാം. മൂന്നാമത് വരുന്നത് മൂത്രമായിട്ടാണ് വെള്ളം വരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വെള്ളം മൂത്രമായിട്ട് തന്നെ വരിക. അതിൻ്റെ സയൻസ്, നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ശരീരം എന്ത് ചെയ്യും? രക്തത്തിലേക്കാണ് ഈ വെള്ളത്തിനെ വലിച്ചെടുക്കുക. ഇപ്പോൾ രക്തത്തിൻ്റെ അളവ് കൂടുമ്പോൾ ഈ രക്തത്തെ ഒരു ദിവസം പല പ്രാവശ്യം നമ്മൾ കിഡ്നി ഇങ്ങനെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, രക്തത്തെ ശുദ്ധീകരിക്കുന്നുണ്ട്. ആ രക്തത്തെ ശുദ്ധീകരിക്കുകയും പെട്ടെന്ന് അത് മൂത്രമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ തടി കൂടാൻ സാധ്യമല്ലല്ലോ. നേരത്തെ എന്ത് ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നേരെ അത് രക്തത്തിലേക്കാണ് കയറുന്നത്. പിന്നെ വെള്ളത്തിൽ യാതൊരു കലോറിയോ പ്രോട്ടീനോ വിറ്റാമിനോ ഒന്നുമില്ല, വളരെ ശൂന്യമായ വസ്തുവാണ്. അപ്പോൾ ഒരു കാര്യം തടി കൂടില്ല. പക്ഷെ എന്ത് ചെയ്യും? കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മൂത്രം വരുള്ളൂ. അപ്പോൾ കിഡ്നി കൂടുതൽ പ്രവർത്തനം വരികയും കൂടുതൽ ഫിൽട്രേഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കുകയും നമ്മുടെ ശരീരം ഹെൽത്തി ആയി മാറുകയാണ് ചെയ്യുക. ഇനി മറ്റൊരു കാര്യം നോക്കാം നമുക്ക്. ഉപ്പ്, നിങ്ങൾ കൂടുതൽ ഉപ്പ് കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ പഞ്ചസാര കഴിക്കുകയാണ്, നിങ്ങൾ കൂടുതൽ പ്രോസസ്ഡ് ആയിട്ട് പല കെമിക്കൽസ് ആണെങ്കിൽ ഫുഡ് കഴിക്കുക വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും കുറച്ച് വെള്ളത്തിൻ്റെ അംശം കെട്ടിക്കിടക്കും, നീർക്കെട്ട് പോലെ കെട്ടിക്കിടക്കും. ഇതിൻ്റെ സയൻസ് എന്ന് ചോദിച്ചാൽ ഈ വെള്ളം ഒരു റിസർവ് ആക്കണം. ഈ ശരീരത്തിൽ ഉപ്പ് വന്നു കഴിഞ്ഞാൽ അധികം വരുന്ന ഉപ്പിനെ പുറന്തള്ളാൻ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ ഈ നിങ്ങൾ കൂടുതലായിട്ട് ഈ കേൾക്കുന്ന ആളുകൾ കൂടുതൽ ഉപ്പ്, കൂടുതലായിട്ട് പഞ്ചസാര, കൂടുതലായിട്ട് പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ കുറച്ച് വെള്ളക്കെട്ട് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം വരും. അപ്പോൾ ഈ 2-3 ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ കുറച്ച് വെള്ളക്കെട്ട് ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾ വെള്ളം കുടിച്ചത് കൊണ്ടല്ല അപകടം. നിങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുക? ഈ ഉപ്പ് കഴിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ കൂടുതൽ പഞ്ചസാര കഴിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ പ്രോസസ്ഡ് ഫുഡ് കഴിച്ചത് കൊണ്ട് മാത്രമാണ്. പിന്നെ വെള്ളം ഉപയോഗിക്കുന്നത് ഡൈജഷൻ സപ്പോർട്ട്, നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് വേണ്ടി വെള്ളം വേണം. ഇനി ശ്രദ്ധിച്ചു കേട്ടോ, ഈ ശാസ്ത്രീയമായിട്ടുള്ള വെള്ളം കുടി എന്ന് പറഞ്ഞാൽ ഇനി എപ്പോഴൊക്കെയാണ് വെള്ളം കുടിക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ ശാസ്ത്രീയം പറയാറ് ഒരു ദിവസം ആരോഗ്യമുള്ള ഒരാൾ ഒരു 3 ലിറ്റർ അല്ലെങ്കിൽ 15 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഒരു 25 കിലോ വെയിറ്റിന് 1 ലിറ്റർ വെള്ളം. അപ്പോൾ 75 കിലോയിലാണെങ്കിൽ 3 ലിറ്റർ, അങ്ങനെ അതിൻ്റെ ശരാശരി രീതി. ഈ വെള്ളം കുടിക്കുന്നത് ഡൈജസ്റ്റീവ് സംവിധാനം നമ്മളെ ദഹനപ്രക്രിയക്ക് വളരെ നല്ലതാണ്. ഇനി നമ്മളെ മലയാളി ചെയ്യുന്ന വേറൊരു അബദ്ധം എന്ന് വെച്ചാൽ ഭക്ഷണത്തിന് കൂടെ ഇങ്ങനെ വെള്ളം കുടിക്കാൻ പാടില്ല. ശരിക്കും കുടിക്കുന്നത് എങ്ങനെയാണ്? ഭക്ഷണം കഴിച്ച് തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് കുടിക്കുക. ഇങ്ങനെ വെള്ളം കുടിക്കേണ്ടത്. വെള്ളം ഭക്ഷണം ഒരേ സമയത്ത് കുടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ദഹനപ്രക്രിയ അബദ്ധത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദഹനപ്രക്രിയയെ തടസ്സപ്പെടുത്താൻ സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊന്നാണ് വെള്ളം കുടിച്ചിട്ട് നമ്മുടെ ഈ മെറ്റബോളിസം ബൂസ്റ്റ്. മെറ്റബോളിസം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ, ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല വെള്ളം ആവശ്യമാണ്. വെള്ളം നല്ലോണം കുടിക്കണം. കഴിയുന്നത് രാവിലെയൊക്കെ എഴുന്നേറ്റാൽ വെറും വയറ്റിൽ തന്നെ 1, 2, 3 ഗ്ലാസ് വെള്ളം കുടിക്കുക. പിന്നെ കിട്ടുന്ന അവസരത്തിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയാണ് വേണ്ടത്. ഇപ്പം ചെയ്ത വേറെ രീതിയിൽ, അതായത് ഈ തടിയുള്ള ആളുകളുണ്ട്. തടിയുള്ള ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞു ഫുഡ് കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഫുഡ് കഴിച്ചതിന് അരമണിക്കൂർ ശേഷം വെള്ളം കുടിക്കാൻ പാടുള്ളൂ നേരത്തെ പറഞ്ഞു. എന്നാൽ കൂടുതൽ തടിയുള്ള ആളുകൾ, ഈ വീഡിയോ കേൾക്കുന്ന കൂടുതൽ തടിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഭക്ഷണത്തിന് സമയത്ത് ഇരിക്കുന്ന സമയത്ത് ആദ്യം 1-2 ഗ്ലാസ് വെള്ളം നല്ലോണം കുടിക്കുക, വയറ് നിറച്ച് വെള്ളം കുടിക്കുക, എന്നിട്ട് ഫുഡ് കഴിക്കുക. അപ്പം എന്ത് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ഫുഡേ കഴിക്കാൻ പറ്റുള്ളൂ. അതൊരു നല്ലൊരു പുതിയ ടെക്നിക്കാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇത് കേൾക്കുന്ന തടിയുള്ള ആളുകൾ മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി, വലിയ പ്രാക്ടീസ് ചെയ്യേണ്ട. തടിയുള്ള ആളുകൾ എന്ത് ചെയ്യുക? ഭക്ഷണമൊക്കെ ഇരിക്കുക വിചാരിച്ചു, ഇന്ന് കഴിഞ്ഞാൽ ആദ്യം 2-3 ഗ്ലാസ് വെള്ളം നല്ലോണം കുടിക്കുക, വയറ് നല്ലോണം നിറഞ്ഞൊരു നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? അങ്ങനത്തെ ആൾക്കാർക്ക് എന്ത് ചെയ്യും? ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടീസാണ് ഈ വെള്ളം കുടി എന്നുള്ള സംവിധാനം. പിന്നെ മറ്റൊന്നാണ് ഈ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ്. ഫാറ്റ് ബേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിലെ ഈ ഫാറ്റിനെ ഉരുക്കണം എന്നുണ്ടെങ്കിൽ, ഫാറ്റ് ഉരുകി പോകുന്ന പ്രോസസ്സ് വേണമെന്നുണ്ടെങ്കിൽ നല്ല വെള്ളം കുടിക്കണം. അപ്പോൾ ഈ കേൾക്കുന്ന ആളുകൾ, തടിയിലുള്ള ആളുകൾ എന്ത് ചെയ്യുക? മാക്സിമം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നുള്ള ഫാറ്റ് ബേൺ പ്രോസസ്സിന് വേണ്ടി കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം ശരീരത്തിന് ആവശ്യമുണ്ട്. നിങ്ങൾ കൂടുതലായി വെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്നൊരു ബെനിഫിറ്റ്, നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിയിൽ തിളങ്ങി നിൽക്കും. ഞാൻ പറഞ്ഞു, നമ്മളെ സ്കിന്നിന് എപ്പോഴും സോഫ്റ്റ് വേണം, സ്കിന്നിന് എപ്പോഴും വാട്ടർ കണ്ടൻറ്റ് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നു അത്രത്തോളം നിങ്ങളെ വിയർപ്പ് ഗ്രന്ഥികൾ വർക്ക് ചെയ്യുകയും നിങ്ങളെ സ്കിന്ന് നല്ല തിളങ്ങി നിൽക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊന്നാണ് ബെറ്റർ എക്സസൈസ് റിസൾട്ട്. അതായത് നിങ്ങൾ എത്രത്തോളം എക്സസൈസ് ചെയ്യുന്നു,
ഈ എക്സസൈസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ നല്ല വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. മസിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും മസിലുകളിൽ കൂടുതലുള്ള ഫാറ്റ് ഒലിച്ച് പോകാനും വെള്ളത്തിൻ്റെ ആവശ്യം. അപ്പോൾ കേൾക്കുന്ന നല്ല രീതിയിൽ വെള്ളം കുടിക്കാം. അപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ എന്താണ്, വെള്ളം നിങ്ങൾ എത്രയും കുടിച്ചോ നോ പ്രോബ്ലം. വെള്ളം കഴിവിൻ്റെ പരമാവധി വെള്ളം കുടിച്ചോ, നിങ്ങൾ ഹെൽത്തി ആയിരിക്കും. നിങ്ങളുടെ ശരീരത്തിന് വർക്കുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. നിങ്ങളുടെ ശരീരത്തിന് ഫിൽട്രേഷൻ വർക്കുകൾ വർക്ക് ചെയ്യും. നിങ്ങളുടെ ശരീരത്തിന് എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം എത്തും. നിങ്ങൾ എനർജറ്റിക് ആവും. മാത്രമല്ല നിങ്ങളുടെ തൊലികൾ നല്ല സൗന്ദര്യം കൂടാനും സാധ്യത കൂടുതൽ ആണ്. അപ്പോൾ ഇതുപോലെ വാല്യുബിൾ ആയിട്ട് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. മറ്റൊരു വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.